എൻ്റെ പേര് ആശംസ്. ഞാൻ ഇരിക്കരുതെന്ന് വരുന്നു. ഞാൻ പ്രപ്ക്യൂല് EA 2025 ഫെബ്രുവരി ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ 12th കഴിഞ്ഞിരുന്ന സമയത്ത് എനിക്ക് പ്രൊഫഷണൽ കോഴ്സസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഒരു ടിപ്പിക്കൽ ബാച്ചിലേഴ്സ് PG ചെയ്യുന്നതിലുപരി എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണം അന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ 12th കഴിഞ്ഞു. ACCAയ്ക്കാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്. ACCA ഞാൻ ചെയ്ത് എനിക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പ്രൈവറ്റായിട്ട് ബാച്ചിലേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ബാച്ചിലേഴ്സ് കൊടുത്ത് ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത വാട്ട് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്ന സമയത്താണ് ഞാൻ പല ഓപ്ഷൻസ് നോക്കി. എനിക്ക് അന്നേ പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ബിഗ് ഫോർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഓപ്ഷൻസ് വന്നതിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു EA. ഫോർ എ ഷോർട്ട് ടേം പരിപാടി ചെയ്ത് നമുക്ക് അടുത്ത ഒരു ബിഗ് ഫോർ കമ്പനിയിലോട്ട് പ്ലേസ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് ഞാൻ EAക്ക് ജോയിൻ ചെയ്തത്. ഞാൻ EAക്ക് എവിടെ ജോയിൻ ചെയ്യാമെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ ബെസ്റ്റ് പ്ലേസ്മെൻറ്റ്സ് കൊണ്ടും ഫാക്കൽറ്റി ബെസ്റ്റ് ഓപ്ഷൻസും എല്ലാം വെച്ചിട്ടാണ് ഞാൻ പ്രപ്ക്യൂല് ജോയിൻ ചെയ്തത്. എൻ്റെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ജേർണി ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ACCAയ്ക്ക് ജോയിൻ ചെയ്ത് 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിരുന്നു. ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ഓഫ്ലൈൻ ബാച്ചസ് തന്നെ. അവിടെ ഒക്കെ ഞാൻ പോയിരുന്നതും ഞാൻ അവിടെ ചെയ്തിരുന്ന പാട്ടും അവിടെ ഉള്ള രീതികളും വെച്ച് നമ്മൾ എഡ്യൂക്കേഷൻ നമ്മുടെ പഠിത്തം ACCയുടെ കോച്ചിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ആ സെയിം ഞാൻ ആ മൈൻഡ് സെറ്റോട് കൂടെ തന്നെയാണ് പ്രപ്ക്യൂൽ EAയ്ക്കും ജോയിൻ ചെയ്യുന്നത്. നമ്മൾ EA പഠിക്കുന്നു കഴിയുന്നു എന്നുള്ള രീതി. എന്നാൽ ഇവിടെ വന്ന് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി പ്രപ്ക്യൂൽ നമുക്ക് തന്നെ ഇവോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവർ തരുന്നു. അവരുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും അതിനുള്ള ഒരു സ്പേസ് നമുക്ക് തരുന്നു. നമ്മുടെ പേഴ്സണൽ സ്കിൽസ് ആണെങ്കിലും സോഫ്റ്റ് സ്കിൽസ് ആണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഉള്ളൊരു സ്പേസ് പ്രപ്ക്യൂൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ EA കോഴ്സും ജോയിൻ ചെയ്ത സമയത്ത് അടുത്തൊരു ഓപ്ഷൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളുടെ ഈ പ്രപ്ക്യൂൽ അവൈലബിൾ ആയിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ സംസാരിച്ചിരുന്നപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് EA എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് നമ്മുടെ ഒരു കോർപ്പറേറ്റ് ലൈഫ് ബിൽഡ് ചെയ്യാൻ വളരെ അത് മതി. എന്നിരുന്നാൽ പോലും ഒരു ബ്രോഡർ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി നമ്മുടെ EA എന്ന് പറയുന്നത് ടാക്സേഷൻ മാത്രം ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഒരു ബ്രോഡർ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി അടുത്തത് എന്ത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടുത്ത CPA ചെയ്യാനുള്ള കോഴ്സ് ചെയ്യാനാണ്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കരിയർ പ്ലാൻ അനുസരിച്ച് അടുത്തത് CPA കൂടി ചെയ്ത് ഒരു ബ്രോഡർ പരിപാടി പിടിക്കാൻ ഉള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്.